നേമത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. സത്യവാങ്മൂലത്തിൽ സ്വത്ത് വിവരം മറച്ചുവെച്ചതായിരുന്നു യു.ഡി.എഫ്. സ്ഥാനാർത്ഥി കെ.എസ്. ശബരിനാഥിന്റെ പരാതി. പി.വി. അരുൺ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, പ്രധാനമായിട്ടും ഒരു ഫാൾസ് അഫിഡവിറ്റ് ആണ് സമർപ്പിച്ചതെന്നതായിരുന്നു ആരോപണം. അതുമായി നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ശബരിനാഥന്റെയും വാക്കുകൾ. അതുമായിട്ട് തന്നെയായിരിക്കുമോ കോൺഗ്രസും നീങ്ങുന്നത്? കോറമാങ്കലയിലെ 200 കോടിയോളം വരുന്ന സ്വത്ത് വിവരം, വസ്തുവിന്റെ വിവരം മറച്ചുവെച്ചു എന്നാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ ഇന്നലെ ശബരിനാഥ്, നേമത്തെ യു.ഡി.എഫ്. സ്ഥാനാർത്ഥി ആരോപിച്ചത്. ഇന്ന് തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനാ വേളയിലും ഇതേ പരാതി ശബരിനാഥൻ ആവർത്തിച്ചു. തുടർന്ന് ശബരിനാഥന്റെ അഭിഭാഷകനും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ അഭിഭാഷകനും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട ദീർഘമായ വാദപ്രതിവാദങ്ങൾ നടന്നു. CPM-ഉം രാജീവ് ചന്ദ്രശേഖർ തെറ്റായ സത്യവാങ്മൂലം നൽകി രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക തള്ളണമെന്ന ആവശ്യം ഉന്നയിച്ചു. പക്ഷേ രണ്ട് കൂട്ടരുടെയും വാദങ്ങൾ കേട്ട ശേഷം റിട്ടേണിംഗ് ഓഫീസർ തീരുമാനമെടുത്തത് പത്രിക സ്വീകരിക്കാനാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ പ്രധാനമായ അവകാശവാദം ഈ സ്വത്ത് ഒളിച്ചു വച്ചതല്ല, 5 ലക്ഷം രൂപ കഴിഞ്ഞ ആഴ്ചയാണ് അതിന്റെ ഈ നികുതി അടച്ചത്. അങ്ങനെ ഒളിച്ചു വെക്കാനുള്ളതാണെങ്കിൽ നികുതി അടയ്ക്കുമെന്ന ചോദ്യമാണ് ബി.ജെ.പി. രാജീവ് ചന്ദ്രശേഖരൻ ചോദിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ പത്രിക സ്വീകരിച്ചു. എന്നാൽ ഇതിനെതിരെ കോടതിയെ സമീപിക്കാനാണ് യു.ഡി.എഫിന്റെയും LDF-ന്റെയും തീരുമാനം. രാജീവ് ചന്ദ്രശേഖരനെതിരെ കോടതിയിൽ പോകുമെന്ന് ശബരിനാഥൻ, അതിനൊപ്പം തന്നെ മന്ത്രി വി. ശിവൻകുട്ടി, നേമത്തെ ഇടതുമുന്നണി സ്ഥാനത്ത് വി. ശിവൻകുട്ടിയും വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വത്ത് വിവരം മറച്ചുവെച്ചെന്ന ആരോപണം തെറ്റെന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടി. സ്വത്ത് സമ്പാദനത്തിൽ കോൺഗ്രസിന് പരാതി ഉണ്ടെങ്കിൽ നേരിട്ട് വരാം. തനിക്ക് 200 കോടി സ്വത്തില്ല, കോൺഗ്രസിന്റേത് വിഡ്ഢിത്തരമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഈ ഒരു നുണ പ്രചരണമെല്ലാം നടത്തി ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനോ എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട, BJP-നെ ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട. അതൊന്നും നടക്കില്ല. നിങ്ങൾക്ക് സത്യസന്ധയായിട്ട് മത്സരിക്കണമെങ്കിൽ മത്സരിക്കുക, അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്ത് തോൽക്കുക. എന്റെ വീട്ടോ എന്റെ ഇൻകം ടാക്സോ ഇതിനെക്കുറിച്ച് കോൺഗ്രസിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോർട്ടിൽ പോവുക, പരാതി ഫയൽ ചെയ്യുക. ഞാൻ തയ്യാറാണ് അതിന് ഡിഫെൻഡ് ചെയ്യാൻ. 20 കൊല്ലമായി ഞാൻ പോളിറ്റിക്സിൽ. ഒരു ഒറ്റ ബ്ലാക്ക് മാർക്ക് എന്റെ പൊളിറ്റിക്കൽ റെക്കോർഡിൽ ഇല്ല. കോൺഗ്രസ് പറഞ്ഞാലോ, കോൺഗ്രസ് ഒരു നുണ പറഞ്ഞാൽ അതിലൊരു മാറ്റം വരാൻ പോകുന്നില്ല എന്ന് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരനെതിരെ നിയമ പോരാട്ടം തുടരുമെന്ന് യു.ഡി.എഫ്. സ്ഥാനാർത്ഥി കെ.എസ്. ശബരിനാഥൻ. കോൺഗ്രസ് കോടതിയെ സമീപിക്കും. ഇതൊരു ക്രിമിനൽ കുറ്റമാണ്. എന്തുകൊണ്ട് സ്വത്തുവിവരം മറച്ചുവെച്ചെന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കണം. നേമത്ത് ബി.ജെ.പിയുടെ അക്കൗണ്ട് കോൺഗ്രസ് പൂട്ടുമെന്നും ശബരിനാഥൻ പറഞ്ഞു. നിർഭാഗ്യവശാൽ ഈ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണാധികാരി ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. അപ്പം അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ ഇതിൽ തള്ളാനുള്ള അധികാരം അദ്ദേഹത്തിന് മാൻഡേറ്റ് നൽകുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും ഇതുമായി മുന്നോട്ട് ശക്തമായിട്ടുള്ള നിയമ നടപടിയുമായിട്ട് ഫാൾസ് അഫിഡവിറ്റുമായി 200 കോടി രൂപയുടെ സ്ഥലം എന്തുകൊണ്ട് അദ്ദേഹം കാണിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് പിന്നിൽ നമ്മൾ പിന്നെ തന്നെ ഉണ്ടാകും. ബാക്കി ലീഡേഴ്സായിട്ട് സംസാരിച്ചിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ കേസുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, അദ്ദേഹം തന്നെ ഇപ്പം ഒരാൾ പണം ഉണ്ടാക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല, അദ്ദേഹം കോടീശ്വരനാകുന്നതിൽ തെറ്റില്ല. പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹം മറയ്ക്കുന്നു? സ്വന്തം വീട്, 200 കോടി രൂപയുടെ ആസ്തിയുള്ള സ്വന്തം വീട്, കോറമംഗലയിലുള്ള അദ്ദേഹം താമസിക്കുന്ന സ്വന്തം വീടിൻ്റെ രേഖകൾ അദ്ദേഹം മറയ്ക്കുകയാണെങ്കിൽ വേറെന്തൊക്കെ മറച്ചിട്ടുണ്ടാവും? നമ്മളൊക്കെ പൊതുപ്രവർത്തകരാണ്, സുതാര്യമാണ്, ട്രാൻസ്പെറൻസി ഉണ്ടാകണം. ഇത് മറച്ചാൽ ഇനി എന്തൊക്കെ മറച്ചിട്ടുണ്ടെന്ന കാര്യം ദൈവം തമ്പുരാന് മാത്രം അറിയാം. ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഈ വിഷയത്തിൽ ഈ പരിമിതികൾ ബഹുമാനപ്പെട്ട ROയ്ക്ക് ഉണ്ടെന്നുള്ള മനസ്സിലാക്കുന്നു. ശക്തമായിട്ടുള്ള നിയമത്തെ നടപടികളുമായി UDF മുന്നോട്ട് പോകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.